ഹലോ ഹായ്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററായ അക്കൗണ്ടൻസിയുടെ ലാസ്റ്റ് ചാപ്റ്റർ, ഈ ടേമിലെ ലാസ്റ്റ് ചാപ്റ്ററായ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ് എന്ന് പറയുന്ന ആ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 4 ചാപ്റ്റേഴ്സ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു 4, അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് ടേമിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ 4 ചാപ്റ്റേഴ്സിൻ്റെ നമ്മുടെ റിവിഷൻ സെഷൻ കഴിയുവാണ്. സോ ഈ ലാസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് നമ്മൾ നേരത്തെയുള്ള വീഡിയോസിലെല്ലാം ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഏത് ഏരിയയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ്. ഏതൊക്കെ ഏരിയ നിങ്ങൾ പഠിക്കണം, ഏതൊക്കെ വിടരുത്, അതേപോലെ തന്നെ എത്ര മാർക്കിൻ്റെ ആയിരിക്കണം ഓരോ ഏരിയ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം വെച്ചിട്ട് ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ തരിക എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ ബേസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ സെക്കൻഡ് ടേം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അല്ല ഞാൻ വെറുതെ വന്ന് നിന്നിട്ട് ടെക്സ്റ്റ് എടുത്തിട്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു പോർഷൻ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര മാർക്കിനാണ് ഈ പോർഷൻ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 2023 അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് 2 ക്വസ്റ്റ്യൻസ് തിയറിയാണ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കോസസ് ഓഫ് ഡിപ്രീസിയേഷനും റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും. ഓക്കെ, 2 മാർക്കിനും 3 മാർക്കും എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തിയറി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, തിയറി ഉണ്ട്, പ്രോബ്ലം ഉണ്ട്, പക്ഷേ തിയറീസ് അതിൽ നിന്ന് അവിടെ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ തിയറീസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ചോദിച്ചിരിക്കുന്ന 4 മാർക്കിൻ്റെ പ്രോബ്ലം ആണ്. അത് ബേസ്ഡ് ഓൺ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. ഇതിൻ്റെ അകത്ത് വേറെ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക, അത് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ആൻഡ് ഭയങ്കര ഈസിയാണ്, നമുക്ക് 4 മാർക്ക് സുഖമായിട്ട് കിട്ടും. ആൻഡ് 2022 വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് 1 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, 2 ക്വസ്റ്റ്യൻസും സിമ്പിളാണ്, പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു തിയററ്റിക്കൽ ഒരു ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും. 1 മാർക്കിൻ്റെയാണ് ചോദിച്ചിരിക്കുന്നത്. അതേപോലെ 2 മാർക്കിന് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വേറെ അക്കൗണ്ട് കാര്യങ്ങളൊന്നും വരയ്ക്കുന്നതിന് വരെ ജസ്റ്റ് ഡിപ്രീസിയേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള നമുക്ക് ആ ഒരു ഫോർമുല വെച്ചിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഈ ഒരു റിസർവ്സും പ്രൊവിഷൻസും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ഞാൻ പറഞ്ഞ പോലെ 2 വർഷം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ 2022-ലും 2019-ലും 3 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഈവൻ നിങ്ങളുടെ പബ്ലിക് എക്സാമിനും ഇത് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. എസ്സേ കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ 3 മാർക്ക് 4 മാർക്ക് 5 മാർക്ക് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്കപ്പം വിടാൻ പറ്റൂല. മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജസ്റ്റ് ഡിപ്രീസിയേഷൻ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് മാത്രം പഠിച്ചിട്ട് പോയില്ല. ഞാൻ പറഞ്ഞ പോലെ തിയറി ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് 2019-ൽ വീണ്ടും നമുക്ക് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി തോന്നി ഈ ഒരു വർഷം മാത്രമേ ഉള്ളൂ നമുക്ക് മെയിനായിട്ടും ഒരു 8 മാർക്കിൻ്റെ അല്ലെ എസ്സേ ടൈപ്പ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുള്ളൂ. അതും ജസ്റ്റ് ഒരു മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. പിന്നെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് 3 പോയിൻ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എത്രയാണ്? ആ എ പാർട്ട് അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് നമുക്ക് 5 മാർക്കും പിന്നെ ആ ഒരു 3 ഡിഫറൻസ് എഴുതുന്നതിന് 3 മാർക്കും. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് മാർക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ആൻഡ് അതും ഈ പറഞ്ഞ പോലെ വേറെ ഒന്നുമില്ല, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ്. പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ സെല്ല് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സോൾവ് ചെയ്തെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ ഒരിത്തിരി കോംപ്ലിക്കേറ്റഡ് എന്നുള്ള രീതിയിൽ വരുന്നത്. പക്ഷെ അത് നമ്മൾ കുറേ ചെയ്ത് നോക്കിയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ 2018-ൽ 1 മാർക്ക് എന്നുള്ള രീതിയിൽ വീണ്ടും ഡിപ്രീസിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് അടുത്തൊരു ഡിഫറൻസ് ചോദിച്ചേക്കുന്നത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ റിസർവ് തമ്മിലാണ്. ഓക്കെ, ഇതും വിട്ടുപോയത്, കാരണം ഇതൊരു ചെറിയ ടോപ്പിക് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് ആയിരിക്കാം. പക്ഷെ ഇത് വിട്ടുപോകരുത്. റവന്യൂ ആൻഡ് ക്യാപിറ്റൽ റിസർവ് എന്നുള്ളതിൻ്റെ ഡിഫറൻസും പഠിക്കുക ആൻഡ് മീനിങ്ങും പഠിച്ചു വെക്കുക. വാട്ട് ഇഫ് അതല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ അറിയണം. ആൻഡ് 2018-ൽ ഈ പറഞ്ഞ പോലെ പ്രോബ്ലം എന്നുള്ള രീതിയിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് അതും ഈ പറഞ്ഞ പോലെ നമുക്ക് മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ ഏത് മെത്തേഡിലാണ് ചെയ്യേണ്ടതൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ചെയ്യാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സ്പെസിഫിക്കലി അതിൻ്റെ അകത്ത് ഒന്നും അവർ കൊടുത്തിട്ടില്ല എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ചെയ്യാമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് 2017-ലും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഓഫ് കോഴ്സ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ്
ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടുപോലെ തന്നെ ചെറിയൊരു സംഭവം തന്നിട്ട് അത് വെച്ചിട്ട് ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ 2 മാർക്കിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എസ് എ പഠിച്ചിട്ടുണ്ട്. എസ് എ നമ്മൾ അല്ലെങ്കിൽ മെഷീനറി അക്കൗണ്ട് ചെയ്യുന്നതെല്ലാം വളരെ ഇതായിട്ടും തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതും പഠിച്ചിട്ടുണ്ട്. സോ എസ് എ പഠിക്കുമ്പോൾ തന്നെ നമുക്കിത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് പിന്നെ ലാസ്റ്റ് ഈ 2017 ചോദിച്ചിട്ടുള്ളതും 4 മാർക്സിന് നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് എന്ന് പറഞ്ഞാൽ നീഡ് ഫോർ ഡിപ്രീസിയേഷൻ ആണ് ഒരു ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നീഡ് ഫോർ പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ്, ഡിപ്രീസിയേഷൻ എപ്പോഴും ഫിക്സ്ഡ് അസറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അതിന് ഞെട്ടണ്ട, നീഡ് ഫോർ ഡിപ്രീസിയേഷൻ എന്നുള്ളതും പഠിക്കുക. അത് 4 പോയിൻ്റാണ് അവർ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ 4 പോയിന്റ് ഇത് മാത്രം പഠിക്കരുത്, എൻ്റെ മാക്സിമം പഠിക്കുക. കോസസ് നീഡ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ പോലെ തിയറി ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. സോ തിയറി അതേപോലെ പഠിച്ചു വെക്കുക. നീഡ്, കോസസ്, ഡിപ്രീസിയേഷൻ്റെ ആൻഡ് അതേപോലെ തന്നെ റിസർവ്സും പ്രൊവിഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന തിയറിയും പഠിച്ചു വെക്കുക. പല തിയറീസ് വേണമെങ്കിൽ ചോദിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആകപ്പാടെ 5 വർഷത്തിലേ ഉള്ളൂ. വാട്ട് ഓഫ് വേറെ രീതിയിൽ അവർ കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് ചോദിച്ചാൽ നമ്മൾ പെടും. അതുകൊണ്ട് അതിനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തിയറിയും പഠിക്കുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 2017 നമുക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഇതും ഈ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണ്. പ്രത്യേകിച്ച് വലിയ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഇതായിട്ട് ചെയ്തു പോകാമെന്നുള്ള 5 മാർക്കാണ്. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങളതൊന്ന് വലിച്ച് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഈ ഡിപ്രീസിയേഷനായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് ഏതൊക്കെ ഡേറ്റിൽ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളതും അതേപോലെ അക്കൗണ്ടിങ് പീരിയഡ് എന്താണെന്നുള്ളതും. കാരണം January 1 to 31 ഡിസംബർ ആവാം, ഇല്ലാന്നുണ്ടെങ്കിൽ 1 April to 31 March ആവാം. അപ്പോൾ കൃത്യമായിട്ട് ഏതാണ് അക്കൗണ്ടിങ് പീരിയഡ് എന്നുള്ളതും അതേപോലെ എന്തൊക്കെയാണ് ഓരോ ഡേറ്റിൽ നടന്നതെന്നുള്ളതും കൃത്യമായിട്ട് എഴുതാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോബ്ലം ചെയ്യുമ്പോൾ അതാണ്. ആൻഡ് അതേപോലെ തിയറി പോർഷൻസ്. ഓക്കെ, സോ അക്കൗണ്ടൻസി ആയിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കേണ്ട പോർഷൻസ് ഏതാണ്, ഏതൊക്കെ ഏരിയസ് എന്നാണ് ചോദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്നുള്ളത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്നാണ് തോന്നുന്നത്. ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ദി എക്സാംസ്. നല്ല രീതിയിൽ പോയി പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എഴുതുക. ടെൻഷനൊന്നും വേണ്ട. ഈ പറഞ്ഞ ഫോക്കസ് ഏരിയാസ് ആയിട്ടുള്ള ഏരിയാസ് ജസ്റ്റ് നല്ല രീതിയിൽ പഠിച്ചു പോകാമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.